ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പുതിയ കൺസെപ്റ്റ് നോക്കുന്നതാണ്. അതാണ് സ്കോപ്പ്. ഓക്കെ, അതായത് വേരിയബിൾസ് എവിടെ വർക്ക് ചെയ്യും, എവിടെ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മളിന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ആ വേരിയബിൾ സ്കോപ്പ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യും നമ്മളിന്ന്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളുടെ ജാവാസ്ക്രിപ്റ്റ് പ്രൊജക്റ്റിൽ കോഡൊക്കെ എഴുതുന്ന ടൈമിൽ വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, എവിടെ ആക്സസ് ചെയ്യാം എന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് ക്രാഷ് ആവും. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ കോഡിൽ നിന്നും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആക്ച്വലി. നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇത് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇത് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോഡ് നമുക്ക് രണ്ട് സെക്ഷൻസ് എന്ന് മനസ്സിലാക്കാം. ഒന്ന് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് പുറത്തെ ഫംഗ്ഷനും, പിന്നെ രണ്ടാമത്തത് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ഈ ഇൻസൈഡ് ദി ഫംഗ്ഷനും, ലൈക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളതും പിന്നെ ഫംഗ്ഷൻ്റെ പുറത്തുള്ള വേരിയബിൾസും. അപ്പോൾ രണ്ട് സെക്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ എപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യണം, എപ്പോൾ പുറത്ത് ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊരു വേരിയബിൾ അല്ലെങ്കിൽ ഡാറ്റ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷനിൽ തന്നെ ഡിഫൈൻ ചെയ്യണം. സോ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള റിസൾട്ട്, നമ്മൾ എഴുതിയ റിസൾട്ട് എന്താണ്, റിസൾട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് പുറത്ത് വേണോ, നമ്മൾ ആക്സസ് ചെയ്യേണ്ടോ പുറത്ത്? ഇല്ല, അത് ആക്സസ് ചെയ്യുന്നില്ല പുറത്ത്. അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് കറക്റ്റാണ് ആക്ച്വലി. പക്ഷേ ഞാനിവിടെ മറ്റൊരു ട്രിക്ക് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ കോൺസ്റ്റ് ഉപയോഗിക്കാതെ വേണമെങ്കിൽ ഗ്ലോബലിൽ നമുക്ക് റിസൾട്ട് കൊടുത്ത് ഡിക്ലെയർ ചെയ്ത് ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതെടുത്ത് മാറ്റിയിട്ട് ലെറ്റ് റിസൾട്ട് എന്നും പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണമെങ്കിൽ, എന്നിട്ട് ഇവിടെ റിസൾട്ട് ഈക്വൽ ടു നമുക്ക് റിട്ടേണും വേണ്ട, കാരണം ഗ്ലോബൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ എഴുതാം. സോ ഇങ്ങനെ ചെയ്താൽ ഫംഗ്ഷനിൽ നിന്നും റിസൾട്ടിന് വാല്യൂസ് അസൈൻ ചെയ്യും. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇനീഷ്യലി അൺഡിഫൈൻഡ് ആയിരിക്കും, പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അത് റിസൾട്ടിൽ അസൈൻ ചെയ്യും ഈ വാല്യൂ. ഓക്കെ, പിന്നെ ഈ റിസൾട്ടിനെ ഗ്ലോബലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കഴിയും. ഇത് ടെക്നിക്കലി വർക്ക് ചെയ്യും, പക്ഷേ ഇത് ഗുഡ് പ്രാക്ടീസ് അല്ല ഒരിക്കലും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഫംഗ്ഷൻ്റെ ഒരു ഗ്ലോബൽ വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതായത് ഫംഗ്ഷൻ്റെ പുറത്തുള്ള ഡാറ്റ മാറ്റുന്നു. ഇത് കോഡിനെ അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റും. ഓക്കെ, അതാണ് ലേറ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ പറയാൻ കാരണം. ഈ വേരിയബിൾ എവിടെയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ കുറേ പാടുപെടും നമ്മൾ ഗ്ലോബലി യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഇത്തരം ഫങ്ഷൻസിനെ പ്യുവർ ഫങ്ഷൻ ആക്കുന്നതാണ് മികച്ച രീതി. ഓക്കെ, സോ പ്യുവർ ഫങ്ഷൻസ് എന്നത് എന്താണെന്ന് വെച്ചാൽ, പ്യുവർ ഫങ്ഷൻ എന്നതൊരു ഫങ്ഷനാണ്. അത് ഇൻപുട്ട്സ് എടുക്കുന്നു, അതേ ഇൻപുട്ടിനെ എല്ലായ്പ്പോഴും അതേ ഒരു ഔട്ട്പുട്ട് നൽകുന്നു. അതിനെ ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇതൊരു ക്ലീൻ ആൻഡ് പ്രഡിക്റ്റബിൾ കോഡാണ് ഇങ്ങനത്തെ കേസിൽ. അപ്പോൾ ഞാനിത് മാറ്റാണ് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഓക്കെ, ഇനി ഫംഗ്ഷൻ ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അതും ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനിൽ നിന്ന് ഗ്ലോബൽ വേരിയബിൾസ് റീഡ് ചെയ്യാനും ഗ്ലോബൽ വേരിയബിൾസ് ഡിഫൈൻ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാനും കഴിയും ആക്ച്വലി. ഇത് നമുക്ക് പിന്നെയും പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളത് ചെക്ക് ചെയ്യണം. ലൈക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് കുറച്ചും കൂടിയും നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ആക്ച്വലി ആ ഫംഗ്ഷന് ഗ്ലോബൽ വേരിയബിൾ റീഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ റീഡ് ചെയ്യാൻ പറ്റും. അത് ഗ്ലോബൽ ഡിഫൈൻഡ് മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതും കോൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതൊക്കെ നമുക്ക് പറ്റുന്നതാണ്. സോ നിങ്ങൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ, നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റ് റിസൾട്ട്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ കോൺസ്റ്റൻറ്റ് ഈ ഫംഗ്ഷൻ്റെ പുറത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്കിവിടെ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ അലർട്ട് റിസൾട്ട് നമ്മൾ കൊടുത്തു, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇൻസ്പെക്റ്റ് എടുത്തിട്ട് 0 വന്ന് കൺസോളിലേക്ക് കഴിഞ്ഞാൽ റെഫറൻസ് റിസൾട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. കാരണം ഞാനിപ്പോൾ പറഞ്ഞു തന്നെയായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ഇത് ഫംഗ്ഷൻ്റെ പുറത്തുനിന്ന് ആയതുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് ലോക്കൽ സ്കോപ്പ് ഉണ്ട്, ഇതിന് ലോക്കൽ സ്കോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇത് ലോക്കൽ സ്കോപ്പ് ഉണ്ട്, അത് ഫംഗ്ഷൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തത്, അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഫംഗ്ഷൻ്റെ പുറത്തേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് എറർ അടിക്കും. ഇപ്പം നമ്മൾ മുമ്പ് കണ്ട പോലെ എറർ അടിക്കും. സോ അത് നമുക്ക് പറ്റില്ല. ഓക്കെ, നമ്മളത് അലർട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് കിട്ടുന്നില്ല, എറർ വന്നിരുന്നു.
കാരണം വെച്ചാൽ റിസൾട്ട് ഫംഗ്ഷൻ്റെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പുറത്ത് യൂസ് ചെയ്യാൻ അതിന് പറ്റില്ല, ആക്ച്വലി അതിന് ആക്സസ് ഇല്ല, അതിൻ്റെ സ്കോപ്പും ഇല്ല. സ്കോപ്പ് ഇത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് അതിൻ്റെ സ്കോപ്പ് ഉള്ളത്. ഓക്കെ, പക്ഷേ ഫംഗ്ഷൻ കോൾ ചെയ്തല്ലോ എന്ന് നിങ്ങൾക്ക് സംശയിക്കാം വേണമെങ്കിൽ. ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അല്ല, ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷവും ലോക്കൽ വേരിയബിൾസിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് പുറത്തേക്ക് അത് കിട്ടില്ല ആക്ച്വലി. ഓക്കെ, അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ആ വേരിയബിൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ വാല്യൂ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉപയോഗിക്കണം. അല്ലാണ്ട് നമുക്ക് വാല്യൂ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ റിട്ടേൺ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഫംഗ്ഷനുകൾക്ക് ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗ്ലോബലിൽ നിന്ന് ലോക്കൽ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫംഗ്ഷണൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫംഗ്ഷനുകൾക്ക് ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനിവിടെ നമ്മുടെ ഈ വേരിയബിൾ ബേസിക്കലി ഇതിൽ നിന്ന് പുറത്തേക്ക്, ഈ വേരിയബിളിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. ലോക്കൽ വേരിയബിൾസ് ഫംഗ്ഷൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഗ്ലോബലി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, പക്ഷേ ഗ്ലോബലി സെറ്റ് ചെയ്യാൻ നല്ല പ്രാക്ടീസ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിട്ടേൺ ചെയ്ത് മാത്രമേ അതിന് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ മറ്റൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒരേ പേരിലുള്ള വേരിയബിൾ ഗ്ലോബലും ലോക്കലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ റിസൾട്ട് കൊടുത്തു, റിസൾട്ട് ലോക്കലാണ്, ഇവിടെ ഗ്ലോബലും കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു 5, എന്നിട്ട് ഞാനിവിടെ പിന്നെ ഇവിടെ ഡിഫൈൻ ചെയ്തു ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, സോ നമുക്കിത് സേവ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, 3 എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇത് ശരിയായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ എഴുതിയത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരേ പേരുള്ള വേരിയബിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ യെസ് പറ്റും. അത് കാണിക്കാൻ പറ്റാൻ ഞാനത് ചെയ്തത്, അത് കാണിക്കാൻ പറ്റും. ആക്ച്വലി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ജാവാസ്ക്രിപ്റ്റിലെ ഷാഡോയിങ് എന്നാണ് നമ്മൾ പറയുക, ടേമിന് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഗ്ലോബൽ ആൻഡ് ലോക്കൽ സ്കോപ്പാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയും. ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത തന്നെ നമ്മൾ ലോക്കൽ സ്കോപ്പ് എന്നും പറയും. പിന്നെ ഫംഗ്ഷൻ്റെ പുറത്തേക്ക് ലൈക്ക് ഒരു സ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിനെ നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് എന്നും പറയും. ഓക്കെ, പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി ഷാഡോയിങ് ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ പഠിച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻസിൽ മെൻഷൻ ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.